നമസ്കാരം. ജൈവസമ്പന്നമാണ് നമ്മുടെ ഭൂമി. വൈവിധ്യമാർന്ന നിരവധി ജീവജാലങ്ങൾ നമ്മുടെ ലോകത്തുണ്ട്. ഒരുപക്ഷെ നമ്മൾ കാണാത്ത തരം ജീവികൾ പോലും നമ്മുടെ ഭൂമിയിലുണ്ടാകാം. ചില ജീവികൾ ഭൂമിയിലുണ്ട് എന്ന് മനുഷ്യർ ശക്തമായി വിശ്വസിക്കുന്നു. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അവയെപ്പറ്റി കഥകളുണ്ടാകാം. എന്നാൽ ആരും അവയെ കണ്ടതായി സ്ഥിരീകരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസനീയമായ തെളിവുകളില്ല. മറ്റൊരു വിഭാഗം വംശനാശം സംഭവിച്ച ജീവികളാണ്. ഒരു കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരുന്നവ പിന്നീട് മനുഷ്യൻ്റെ വേട്ടയാടൽ കാരണമോ മറ്റ് കാരണങ്ങൾ മൂലമോ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായവയാണ് ഈ ജീവികൾ. മനുഷ്യൻ്റെ വേട്ട മൂലമോ പ്രജനനം നടക്കാതെ പോകുകയോ പ്രജനനത്തിനാവശ്യമായ പ്രകൃതി സാഹചര്യങ്ങൾ ഇല്ലാതിരിക്കുകയോ മറ്റു ജനുസുകളുമായുള്ള പ്രജനനമോ വംശനാശത്തിന് കാരണമാകാം. വംശനാശം സംഭവിച്ച ജീവജാലങ്ങളെ നമുക്ക് മടക്കിക്കൊണ്ടുവരാൻ സാധിക്കുമോ? സാമാന്യ ബുദ്ധിയിൽ ഇല്ല എന്നാകും ഉത്തരം. എന്നാൽ 12,500 വർഷം മുൻപ് ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായ ഡയർ വൂൾഫ് എന്ന ചെന്നായ വിഭാഗത്തെ ജനിതക എഞ്ചിനീയറിങ്ങിലൂടെ ശാസ്ത്രജ്ഞർ ലോകത്തേക്ക് മടക്കിക്കൊണ്ടുവന്നിരിക്കുകയാണ്. ഗെയിം ഓഫ് ത്രോൺസ് എന്ന വെബ് സീരീസിലൂടെ ഈ ചെന്നായ വർഗം ഏറെ പ്രശസ്തമാണ്. ടെക്സസ് ആസ്ഥാനമായ ബയോടെക് കമ്പനിയായ കൊളോസൽ ബയോസയൻസസ് എന്ന കമ്പനിയാണ് ഈ ശാസ്ത്ര നേട്ടം കൈവരിച്ചത്. ഒഹിയോയിൽ നിന്ന് കണ്ടെത്തിയ 13,000 വർഷം പഴക്കമുള്ള പല്ലും ഇഡഹോയിൽ നിന്ന് കണ്ടെത്തിയ 72,000 വർഷം പഴക്കമുള്ള തലയൊട്ടിയുടെ ഒരു ഭാഗവുമാണ് ഗവേഷകർ പഠനത്തിന് വിധേയമാക്കിയത്. ഇവയിൽ നിന്നാണ് DNA വേർതിരിച്ചെടുത്തത്. തുടർന്ന് ഗവേഷകർ ഒരു ജീവനുള്ള ഗ്രേ വൂൾഫിൻ്റെ രക്തകോശങ്ങളെടുത്ത് CRISPR ഉപയോഗിച്ച് 20 വ്യത്യസ്ത രീതിയിൽ ജനിതക മാറ്റം വരുത്തുകയും ഇങ്ങനെ മാറ്റം വരുത്തിയ DNA വളർത്തുനായയുടെ അണ്ഡത്തിൽ നിക്ഷേപിക്കുകയും ചെയ്തു. ഇതിനുശേഷം ഈ ഭ്രൂണം മറ്റൊരു വളർത്തുനായയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചു. 62 ദിവസങ്ങൾക്ക് ശേഷം ഈ നായ ജനിതകമായി രൂപകൽപ്പന ചെയ്ത ഡയർ വൂൾഫ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുകയായിരുന്നു. റോമുലസ് എന്നും റീമസ് എന്നും പേരിട്ട 2 ആൺ ചെന്നായകളും ഖലീസി എന്ന പെൺ ചെന്നായ കുഞ്ഞുമാണ് ഉണ്ടായത്. ഈ ആൺ ചെന്നായ്ക്കൾക്ക് 6 മാസം മാത്രമേ പ്രായമുള്ളൂ എങ്കിലും ഇതിനോടകം തന്നെ ഇവയ്ക്ക് 4 അടി നീളവും 36 കിലോഗ്രാമിൽ കൂടുതൽ ഭാരവുമുണ്ട്. 2024 ഒക്ടോബർ 1 ഇവയുടെ ജനനം. ഇവരെ കൂടാതെ 2025 ജനുവരിയിൽ ഖലീസി എന്ന ഒരു പെൺ ചെന്നായയ്ക്കും ജന്മം നൽകിയിട്ടുണ്ട്. ഇവയെ പുനരുജ്ജീവിപ്പിക്കാൻ ഡയർ വൂൾഫിൻ്റെ പുരാതന DNAയും ക്ലോണിങ്ങും ജീൻ എഡിറ്റിങ്ങുമാണ് കൊളോസൽ ബയോസയൻസസ് എന്ന കമ്പനി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത്. ഇതുകൂടാതെ ഡയർ വൂൾഫുകാരുടെ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അടുത്ത ബന്ധുവായ ഗ്രേ വൂൾഫിൻ്റെ DNA ഇതിനുവേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ 2000 ഏക്കർ വരുന്ന ഭൂപ്രദേശത്താണ് ചെന്നായ കുഞ്ഞുങ്ങളെ പാർപ്പിച്ചിരിക്കുന്നത്. 10 അടി ഉയരത്തിലുള്ള വേലികെട്ടി ഈ സ്ഥലം സംരക്ഷിച്ചിട്ടുമുണ്ട്. സുരക്ഷാ ജീവനക്കാരും ഡ്രോണുകളും നിരീക്ഷണ ക്യാമറകളും ഇവയെ നിരീക്ഷിച്ചു വരികയാണ്. വടക്കേ അമേരിക്കയിൽ കാണപ്പെട്ടിരുന്ന പ്രധാന വേട്ടമൃഗങ്ങളിൽ ഒന്നായിരുന്നു ഈ ഡയർ ചെന്നായ്ക്കൾ. ചാരച്ചെന്നായ്ക്കളേക്കാൾ വലിപ്പം കൂടുതലുള്ള ഇവയ്ക്ക് കട്ടിയുള്ള രോമങ്ങളും ശക്തമായ താടി എല്ലുകളുമാണ് ഉണ്ടായിരുന്നത്. 1858 ഇവയ്ക്ക് ഡയർ എന്ന പേര് നൽകുന്നത്. വടക്കേ അമേരിക്കയിലെ സമതലങ്ങൾ, പുൽമേടുകൾ, തെക്കേ അമേരിക്കയിലെ വരണ്ട സവന്ന എന്നിവിടങ്ങളിൽ നിന്ന് ഇവയുടെ ഫോസിലുകൾ മുൻപ് കണ്ടെത്തിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം അടക്കമുള്ളവയാണ് ഇവയുടെ വംശനാശത്തിന് കാരണമെന്ന് കരുതപ്പെടുന്നത്. മനുഷ്യരുമായി അകലം പാലിക്കുന്നവരാണ് ഡയർ ചെന്നായ്ക്കളെന്നും റോമുലസും റീമസും ഇതേ സ്വഭാവം തന്നെയാണ് പ്രകടിപ്പിക്കുന്നതെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. വംശനാശം സംഭവിച്ച വൂളി മാമത്ത്, ഡോഡോ തുടങ്ങിയവയും ഇത്തരത്തിൽ പുനഃസൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ,
പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.